ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഡീകമ്പോസിഷൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡീകമ്പോസിഷൻ സൈക്കിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതൊരു ട്രീ നമുക്ക് കാണാം. ഒരു ട്രീയുടെ ആ ട്രീയിൽ നിന്ന് അതിൻ്റെ ലീഫ് താഴേക്ക് വീഴുകയാണ് നിൽക്കുക. സോ എ ഗ്രീൻ ലീഫ് ഫോൾസ് ടു ദ ഗ്രൗണ്ട്. സോ ഈ മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നു. സോ ഗ്രീൻ ലീഫ് ഫോൾസ് ടു ദ ഗ്രൗണ്ട്, അതാണ് കാണിച്ചിട്ടുള്ളത്. സോ സോയിലിൽ വളരുന്ന ഒരു മരം, ട്രീ, അതിൽ നിന്ന് ഇല കൊഴിയുന്നു ഗ്രൗണ്ടിലേക്ക്. ആ ലീഫിനെ എന്ത് ചെയ്യുന്നു? ചില ഇൻസെക്റ്റുകൾ അതിനെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ചില എനിമൽസ് ആ ലീഫിനെ ഭക്ഷിക്കുന്നു. സോ സമ്മാർ, അങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളിൽ ചിലതിനെ സമ്മാർ ഈറ്റൺ ബൈ ഇൻസെക്ട്സ് ആൻഡ് സമ്മാർ ഈറ്റൺ ബൈ സം എനിമൽസ്. എനിമൽസും അതുപോലെ ഇൻസെക്റ്റുകളൊക്കെ ഈ ലീഫിനെ ഭക്ഷിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ആ ന്യൂട്രിയൻസ് ആൻഡ് എനർജി എൻ്റർ ദ ഫുഡ് വെബ്. സോ ഈ ലീഫിനെ ഭക്ഷിക്കുന്നതിലൂടെ അതിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററുകൾ അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസുകളൊക്കെ ഫുഡ് വെബിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ന്യൂട്രിയൻസ് ആൻഡ് എനർജി, അതിലുള്ള എനർജി എൻ്റർ ദ ഫുഡ് വെബ്. സോ ഒരു മരത്തിൽ നിന്ന്, മണ്ണിൽ നിൽക്കുന്ന സോയിലിൽ വളരുന്ന ഒരു മരത്തിൽ നിന്ന് ഇലകൾ വീഴുമ്പോൾ ചില ഇലകളെ ഇൻസെക്റ്റുകൾ ഭക്ഷിക്കുന്നു, അതുപോലെ ചിലതിനെ അനിമൽസ് ഭക്ഷിക്കുന്നു. അതുവഴി അത് ഫുഡ് വെബിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി ഈ ലീഫിനെ നമ്മളൊരു ഇൻസെക്റ്റ് ഭക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇൻസെക്റ്റ് അതിനെ ഫീഡ് ചെയ്തിട്ട് ആ ലീഫിൻ്റെ വശങ്ങളൊന്നും ഇല്ലാണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി റിമൈനിങ്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത്. സോ നമ്മുടെ ഡീകമ്പോസേഴ്സ് ഈ റിമൈനിങ്സ് അല്ലെങ്കിൽ ഡെഡ് അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ റിമൈൻസിനെ ഈ പറഞ്ഞ ഡെട്രിവോസുകൾ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഡെട്രിറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ കൺസ്യൂം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു? ലീച്ച് ചെയ്യുന്നു. സോ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നു. അവിടെ ആദ്യം ഫ്രാഗ്മെൻറ്റേഷൻ, അത് കഴിഞ്ഞിട്ട് ന്യൂട്രിയൻസ് ലീച്ചിങ്ങിൽ സം ന്യൂട്രിയൻസ് ലീച്ച് ഇൻ ടു ദ സോയിൽ ബൈ കെമിക്കൽ ആക്ഷൻ. സോ ലീച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞു, ലീച്ച് ചെയ്ത് പോകുന്നു. പിന്നെ കാറ്റബോളിസം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സോ സം ന്യൂട്രിയൻസ് അതിൽ നിന്ന് ലീച്ച് ചെയ്ത് സോയിലിലേക്ക് പോയി അൺഅവൈലബിൾ സോൾട്ട്. അതെങ്ങനത്തെ ന്യൂട്രിയൻസ് ആണ്? നമ്മുടെ വാട്ടർ സോലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് സോയിലേക്ക് പോയിട്ട് സോയിൽ ഹൊറിസണിൽ പോയിട്ട് അൺഅവൈലബിൾ സോൾട്ടുകളായിട്ട് നിൽക്കുന്നു കെമിക്കൽ ആക്ഷൻ വഴി. സോ അവിടെ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോയിൽ എന്തായിട്ട് മാറുന്നു? ഓർഗാനിക്, കാറ്റബോളിസം ഒക്കെ കഴിഞ്ഞ് അവിടെ ഓർഗാനിക് റിച്ച് സോയിൽ. സോ നമ്മുടെ ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ് കഴിഞ്ഞ് കാറ്റബോളിസം, ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് കഴിഞ്ഞ് അതിനെ സിമ്പിൾ ഓർഗാനിക് മാറ്ററുകളായിട്ട് മാറുന്നു. അങ്ങനെ സോയിൽ എന്തായിട്ട് മാറുന്നു? ഓർഗാനിക് റിച്ച് സോയിലായിട്ട് മാറുന്നു. സോ അവിടെ ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ സോയിലിൽ ഹ്യൂമിഫിക്കേഷൻ നടക്കുന്നു, മിനറലൈസേഷൻ നടക്കുന്നു. അതൊക്കെ കഴിയുമ്പോഴാണ് ആ സോയിൽ എന്തായിട്ട് മാറുന്നത്? ഓർഗാനിക് റിച്ച് സോയിലായിട്ട്. ആ ഓർഗാനിക് റിച്ച് സോയിലിലെ ന്യൂട്രിയൻസ് ആർക്ക്? വീണ്ടും ഈ പ്ലാന്റ്സിന് അല്ലെങ്കിൽ മരത്തിന് സോയിൽ വളരുന്ന ആ ട്രീക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. സോ ഇവിടെ നമ്മൾ ഈ ലീഫിനെ കൺസ്യൂം ചെയ്യണതും ആ ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, അതുപോലെ ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ, അങ്ങനെ മിനറൽസ് സോയിലിൽ ഓർഗാനിക് റിച്ച് ആയിട്ട് മാറുന്നു. സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ സിമ്പിൾ ഫോമുള്ള ഇൻഓർഗാനിക് മാറ്ററുകളായി തിരിച്ചത് മരത്തിന് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓർഗാനിക് മാറ്റർ തിരിച്ചു മാറും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഡീകമ്പോസേഴ്സ്, ഡെട്രിവോസ് വേറെ പറയാണ്. ലീവ്സ് ആർ പാർഷ്യലി കൺസ്യൂംഡ് ബൈ ഡീകമ്പോസേഴ്സ്. ഈ ലീവ്സിനെ പാർഷ്യലി ഡീകമ്പോസേഴ്സ് ലൈക്ക് ഫംഗൈ പോലെ ഡീകമ്പോസേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ പോലത്തെ ഡീകമ്പോസേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു. ആൻഡ് അവരെന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്ട്രക്ചർ മാറുന്നു. നമ്മളിപ്പോൾ ഹ്യൂമിഫിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞില്ലേ, ദേ ബിഗിൻ ടു ലൂസ് ഫോം ആൻഡ് ബിക്കം ലിറ്റർ, എമോർഫസ് ആയിട്ട് മാറുന്നു. സോ ഹ്യൂമസ് ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡീകമ്പോസിഷൻ നടക്കുന്നത് എർത്ത് വോം അല്ലെങ്കിൽ ബാക്ടീരിയ, സോയിൽ മൈറ്റ്, ഫംഗൈ, അതൊക്കെ ഡീകമ്പോസ് ചെയ്ത് ഫൈനലി അത് ഓർഗാനിക് റിച്ച് സോയിലിലേക്ക് തന്നെ എത്തുന്നു. സോ പലതരത്തിൽ നമ്മുടെ ഡീകമ്പോസിഷൻ നടക്കുന്നു. ഒന്നുകിൽ ഈ ലീഫ് കൊഴിഞ്ഞ് അതിനെ ചില ഇൻസെക്റ്റുകളും അനിമൽസും ഭക്ഷിച്ച് ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, നമ്മുടെ കാറ്റബോളിസം, പിന്നെ ഹ്യൂമിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് മിനറലൈസേഷൻ. അതുപോലെ തന്നെ ഈ ലീവ്സിനെ പാർഷ്യലി നമ്മുടെ ഡീകമ്പോസേഴ്സ്, ഫംഗൈ പോലത്തെ ഡീകമ്പോസേഴ്സ് യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ട് മഷ്റൂമിനെ കാണിച്ചേക്കണു. അതുപോലെ ബാക്ടീരിയ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അത് മാറിക്കഴിഞ്ഞാൽ അത് ലിറ്ററായിട്ട് മാറി ഹ്യൂമസായി മാറുന്നു. പിന്നീട് അതിന് വീണ്ടും പാർഷ്യൽ ഡീകമ്പോസിഷനെ കംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ ഡെട്രിവോസ്, എർത്ത് വോം, ബാക്ടീരിയ, സോയിൽ മൈറ്റ് അല്ലെങ്കിൽ ഫംഗൈ പോലത്തെ
വേറെ ഡെട്രിറ്റോഴ്സ് വന്ന് അതിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഫോമായിട്ട് മാറുന്നു, സോയിലേക്ക് അത് റീച്ച് ചെയ്യുന്നു. വീണ്ടും ആ സോയിലുള്ള ആ ന്യൂട്രിയൻസ് നമ്മുടെ മരത്തിന് അല്ലെങ്കിൽ ആ സോയിലുള്ള ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഡിക്കമ്പോസിഷൻ സൈക്കിള് ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ നടക്കുന്നത്.